ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് കാനഡയിൽ വരാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വലിയൊരു അബദ്ധം. ഏകദേശം 10-30 ലക്ഷം രൂപ നഷ്ടം വന്നേനെ. പക്ഷേ എന്തോ ഭാഗ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം, പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് കാരണം ഞാൻ അതിൽ നിന്ന് ഊരിയെടുത്തു. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു വീട് മേടിക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. വീട് മേടിക്കാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ ഇൻകം ഉള്ള ടീംസ് അല്ല കാനഡയിൽ. അപ്പം നമുക്ക് ലോൺ അപ്രൂവ് ആവുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ നമ്മുടെ റിയലേറ്ററിനെയും മോർഗേജ് ഏജൻറ്റിനെയും അപ്രോച്ച് ചെയ്തപ്പം അവരൊന്നും കൊണ്ടും പേടിക്കണ്ട, ലോണിൻ്റെ കാര്യം എല്ലാം റെഡിയാക്കി തരാം, എല്ലാം സെറ്റാണ്. എന്നിട്ട് നമ്മൾ വീടൊക്കെ പോയി കണ്ടു, നമുക്ക് വീട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഓണറിന് നമ്മളൊരു ഓഫർ കൊടുത്തു, അത് അവർ അക്സെപ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് സൈൻ ചെയ്തു. അപ്പം ക്ലോസിംഗ് ഡേറ്റ് നമ്മൾ തീരുമാനിച്ചതിൻ്റെ തലേന്ന് എനിക്കൊരു കോള് വരുവാണ് മോർഗേജ് ഏജൻറ്റിൻ്റെ. ലോൺ അപ്രൂവ് ആവാൻ സാധ്യത കുറവാണ്, നമ്മൾ അപ്ലൈ ചെയ്ത ബാങ്ക് ലോൺ തരാൻ സാധ്യത കുറവാണ്, റിജക്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മളിനും വേറെ ഒരു ബാങ്ക് ലോൺ അപേക്ഷിക്കേണ്ടി വരും. അപ്പം നെക്സ്റ്റ് ഡേ ക്ലോസിംഗ് ആണ്. അപ്പം നമ്മുടെ എതിരെയായിട്ട് ഈ വീട് വിൽക്കാൻ നിന്ന ആൾക്ക് ലീഗലി മൂവ് ആവാം. പുള്ളി ലീഗലി മൂവ് ആയാൽ പുള്ളിക്ക് തന്നെ ഗുണം ചെയ്യും. കാരണം നമ്മൾ വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത പൈസ, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത പൈസ ഒക്കെ പുള്ളിക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് പുള്ളിക്ക് നഷ്ടപരിഹാരവും കൊടുക്കേണ്ടി വരും. അപ്പോൾ പുള്ളിക്ക് എങ്ങനെ നോക്കിയാലും ഗെയിനാണ്, പുള്ളി ലീഗലി മൂവ് ആയാൽ. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം, നമ്മൾ പുള്ളീനോട് റിക്വസ്റ്റ് ചെയ്തപ്പം പുള്ളി ഒരു അഡീഷണൽ 10 ഡേയ്സും കൂടെ, 10 ഡേയ്സ് അല്ല, ഒരു 1 വീക്ക് പുള്ളി എക്സ്റ്റെൻഡ് ചെയ്ത് വന്നു വേറെ ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട്. അതിന് പുള്ളി നഷ്ടപരിഹാരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ ചോദിച്ചു. നമ്മളത് കൊടുക്കേണ്ടി വന്നു, വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്. നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല, നമ്മൾ റിയലേറ്ററും മോർഗേജ് ഏജൻറ്റും പറഞ്ഞത് വിശ്വസിച്ച് മുമ്പോട്ട് പോയതാണ്. എന്നിട്ട് നമ്മൾ ഈ തുക ലാൻഡ് ലോണിന് കൊടുത്തു, വീട് വിൽക്കാൻ ഇട്ടിരുന്ന ആൾക്ക് കൊടുത്തു. അങ്ങനെ അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് നമ്മൾ പല ബാങ്ക് ട്രൈ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയോ അപ്രൂവ് ആവുന്നില്ല. ബിക്കോസ് നമ്മുടെ ഇൻകം അത്രയ്ക്ക് ഒന്നുമില്ല ഈ ബാങ്കുകാരെ അപ്രൂവ് ആക്കി തരാൻ വേണ്ടിയിട്ട്. ബട്ട് നമുക്ക് എങ്ങനെയും ലോൺ എവിടുന്നേലും ഒന്ന് ശരിയാക്കിയാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ലാൻഡ് ലോഡ് ലീഗലി മൂവ് ആവുമെന്ന് നമ്മളോട് പറഞ്ഞു. ഈ എക്സ്റ്റൻഷനും കഴിഞ്ഞാൽ ഇനി എക്സ്റ്റൻഷൻ ഇല്ല, ലീഗലി മൂവ് ആവും, നിങ്ങൾ തന്ന തുക ഒന്നും തിരിച്ചു തരാൻ പറ്റത്തില്ല. അതുകൂടാതെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും. നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല. ഇൻ കേസ് അവർ ലീഗലി മൂവ് ആയിരുന്നെങ്കിൽ കാനഡ വിടുക എന്നുള്ള ഒരു ഓപ്ഷനേ നമ്മുടെ കയ്യിലുള്ളൂ. കാരണം പൈസ എടുത്ത് കൊടുക്കാൻ നമ്മുടെ വേറെ അഡീഷണൽ പൈസ ഇല്ല. എല്ലാം തൂത്തുവാരിയാണ് നമ്മൾ വീട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ തുക. എന്നിട്ട് നമ്മൾ വേറെ ബാങ്ക്സ് എല്ലാം ട്രൈ ചെയ്തു. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് എക്സ്റ്റൻഷൻ്റെ തലേ ദിവസം ഒരു ബാങ്ക് നമുക്ക് അപ്രൂവ് ആക്കി തന്നു ലോൺ. എന്തോ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. അത് നമുക്ക് അപ്രൂവായി കിട്ടി. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സൈൻ ചെയ്തു, എല്ലാം റെഡിയായി. എന്നിട്ട് ലാൻഡ് ലോഡ് വീട് വിൽക്കാനിട്ട ആൾ പറയുകയും ചെയ്തു, ഇൻ കേസ് നിങ്ങൾ ഇന്ന് ഇത് സൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനത് ലീഗലി മുമ്പോട്ട് പോയേനേയും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ സ്യൂ ചെയ്ത് എൻ്റെ നഷ്ടപരിഹാരവും അതുകൂടാതെ ഫൈൻ എന്നുള്ള രീതിക്ക് നല്ലൊരു തുക ഈടാക്കി എടുത്തേനേയും. വീട് വിറ്റില്ലായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് മേടിച്ചെടുക്കാൻ ഞാൻ ഏതറ്റം വരെ പോയേനേന്ന് ആ ലാൻഡ് ലോഡ് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നായിരുന്നെങ്കിൽ ഏകദേശം ഒരു 30 ലക്ഷം രൂപ അടുത്ത് കാനഡയിൽ നഷ്ടം വന്നേനേയും. ബട്ട് എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം, നമ്മൾ അതിൽ നിന്ന് കയറി രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ സൈൻ ചെയ്ത് വീട് സ്വന്തമാക്കി. അപ്പം നിങ്ങൾ വീടൊക്കെ മേടിക്കാൻ തീരുമാനിക്കുവാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ലോൺ അപ്രൂവ് ആവുമോ എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. റിയലേറ്റർമാരും മോർഗേജ് ഏജൻറ്റും പല വാഗ്ദാനങ്ങളും പറയും, അവർ പല റീസൺസും പറയും, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കേണ്ട, എല്ലാം സെറ്റാണ്, എല്ലാം ഓക്കെ ആണ്. എന്നോടും അത് തന്നെയാണ് പറഞ്ഞത് ക്ലോസിങ്ങിൻ്റെ തലേന്ന് വരെ. ബട്ട് ക്ലോസിങ്ങിൻ്റെ തലേന്ന് അവർ എല്ലാം മാറ്റി പറഞ്ഞ് അവസാനം നമ്മൾ അതിൻ്റെ പുറകെ ഓടേണ്ടി വന്നു. ഇപ്പം നമ്മൾ ഒരു വീട് മേടിച്ചില്ലെങ്കിലും ഇവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവർ വേറെ ക്ലയൻറ്റ്സ് ഇവർക്ക് കിട്ടും. ബട്ട് നമുക്ക് നമ്മുടെ ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ കാനഡയിൽ വന്നിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു പൈസയാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ കാര്യം ശരിയായില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും ടോട്ടലി. ഞാനും വൈഫും ഏകദേശം ഒരു 1 വീക്ക് തീ നിന്നു. ഞാൻ അവളോട് പറയുകയും ചെയ്തു, എടി ഈ ലോൺ അപ്രൂവ് ആയില്ലെങ്കിൽ, ലാസ്റ്റ് ഡേ ഇത് അപ്രൂവ് ആയില്ലെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ കാനഡ വിടേണ്ടി വരും. കാരണം നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല ഈ ഓണറിന് കൊടുക്കാനായിട്ട് നഷ്ടപരിഹാരം എന്നുള്ള രീതിക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിരുന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. PR ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈസയുടെ കേസ് കെട്ടിൽ
എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടത് തന്നെ ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ. ബട്ട് എന്തോ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾ കാനഡയിൽ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ ലോൺ കിട്ടുമെന്ന് മാത്രം ആദ്യം ഉറപ്പുവരുത്തുക. ബാക്കി കാര്യങ്ങളൊക്കെ ലാസ്റ്റ്. ബട്ട് ഫസ്റ്റ് ലോൺ അപ്രൂവ് ആവുമോ, ലോൺ അപ്രൂവ് ആയതിൻ്റെ ഡോക്യുമെൻ്റ് കൈമേടിച്ച് വെക്കുക. അത് മോർഗേജ് ഏജൻറ്റിനോട് നിങ്ങൾ ചോദിക്കുക, എനിക്ക് ആ ഡോക്യുമെൻ്റ് വേണം, വീട് ലോൺ അപ്രൂവ് ആവുന്നുള്ള ഒരു ലീഗൽ ഡോക്യുമെൻറ്റ് മോർഗേജ് ഏജൻറ്റിൽ നിന്ന് നേരത്തെ തന്നെ മേടിച്ച് വെക്കുക, ക്ലോസിങ് ഡേറ്റിന് മുമ്പ് തന്നെ. എന്നാലേ നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ. അപ്പം എല്ലാവർക്കും വരുന്ന ഒരു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.